യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കേൾക്കുന്ന ഈ വചനം അനേക മക്കളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനത്തിന് അനന്തമായ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് അനന്തമായ ജീവനുണ്ട്. ഈ വചനം അനേക ജീവിതങ്ങളുടെ മേൽ ഇന്ന് പരിവർത്തിക്കും. വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ വചനം കേൾക്കുന്നവർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനം കേൾക്കുന്ന യുവാക്കന്മാർ ജീവിതത്തിൽ ഒരു തിരുത്തലിനുള്ള ഒരു മനസ്സ് കാണിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ജീവിതം വിട്ടുകൊടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം പറയുന്നു, അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവയുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നാളുകളാണ് യുവത്വം. ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ അധ്വാനിക്കാനും നേട്ടങ്ങൾ കൊയ്തെടുക്കാനും നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരാനുമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണിത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുവാക്കന്മാർ ഒത്തിരിയേറെ വഴിതെറ്റി നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം
ഒരു സഹോദരൻ, ഞാൻ ഒരു ദേവാലയത്തിൽ ആരാധനയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇറങ്ങി വന്നു, എന്നെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ ബ്രദറിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മുന്നേ പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ആ മനുഷ്യൻ കരയുകയാണ്. ഒരു 50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. ആ വ്യക്തി കരയുക, കണ്ണുകളൊക്കെ നിറഞ്ഞൊഴു. ഞാൻ ചോദിച്ചു, എന്താണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ലഭിച്ച മകനാണ്. നന്നായിട്ട് പഠിക്കുമായിരുന്നു. +2 കഴിഞ്ഞ് അവൻ കോളേജ് വിദ്യാഭ്യാസത്തിന് പോയി. ഞങ്ങൾക്ക് വേറെ മക്കളുമില്ല, ഈ ഒറ്റ ആൺകുട്ടി മാത്രമേ ഉള്ളൂ. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നുപോയ അവൻ മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നു. ഒത്തിരിയേറെ വൈകി ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുക. നിരന്തരമായിട്ട് മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിൽ ആയ ആ ചെറുപ്പക്കാരൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. ഇത് പറഞ്ഞിട്ട് ഈ പിതാവ് കരയുക. ഒരേ ഒരു മകൻ്റെ ആത്മഹത്യയിൽ മനസ്സ് നൊന്ത് സങ്കടപ്പെടുന്നൊരപ്പൻ. ഇന്ന് അനേക മാതാപിതാക്കന്മാർ യുവാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. വഴിതെറ്റിയ ജീവിതങ്ങൾ, താളം തെറ്റിയ ഒരു പോക്കിലൂടെ അനേകർ കടന്നുപോവുക. ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളില്ല, പ്രതീക്ഷകളില്ല. മദ്യത്തിന് അടിമകളായി ജീവിക്കുന്ന അനേകം ചെറുപ്പക്കാർ, നിരന്തരമായിട്ട് ലഹരി വസ്തുക്കൾ കഴിക്കുന്നവർ, കഞ്ചാവിന് അടിമകളായി ജീവിക്കുന്നവർ. പത്രങ്ങളിൽ അടുത്ത ദിവസം വായിച്ചു, സ്കൂളുകളിൽ പോലും കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുണ്ട്. അടുത്ത നാളിൽ പത്രങ്ങളിലെ വാർത്തകളിൽ കഞ്ചാവ് പൊതികളുമായിട്ട് പിടിച്ച പലരും ചെറുപ്പക്കാരെ. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാര് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമത്തത്തിലേക്കാവുകയാണ്. ഇത് വലിയൊരു ദുരന്തമാണ്. മദ്യത്തിനും മയക്കുമരുന്നുമായിത്തീരുന്ന അടിമകളായിത്തീരുന്ന ഇവർ പിന്നീട് മറ്റ് പാപങ്ങളിലേക്കാണ് പോകുന്നത്. മോഷണം, പിടിച്ചുപറി. കാരണം ഇവർക്ക് പണം കണ്ടെത്തണം, ഇവർക്ക് ലഹരി വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി. പിന്നെ വ്യഭിചാരം, തെറ്റായ ബന്ധങ്ങൾ, പാപകരമായ ജീവിതത്തിലൂടെ അനേകരിന്ന് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ യുവാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവരെ ബോധ്യങ്ങളിലൂടെ നയിക്കണം. നടക്കേണ്ട വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. എത്രയോ യുവാക്കന്മാര് ലഹരിക്ക് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് മറ്റൊരു അവസ്ഥയിലായി മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവർ, ശരീരം മൊത്തം തളർന്ന് വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കിടക്കുന്നവർ. മക്കളെ ഓർത്ത് ഒത്തിരിയേറെ നൊമ്പരപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന് ലഭിച്ച മക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീർന്ന് മനോരോഗികളെ പോലെ പ്രവർത്തിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ഡിപ്രഷനായി പോവുക, ചിലര് വയലൻ്റായിട്ട് തീരുന്നു, അക്രമവാസനയുള്ളവരായിട്ട് മാറുന്നു, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് മാറുന്നു. നമ്മൾ ഒത്തിരിയേറെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അത് മാത്രം പോരാ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിലൊക്കെ ആകുന്ന കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കണം. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ. ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവയുടെ മേൽ അവിടുത്തെ കാരുണ്യമില്ല. ഞാനിപ്പോൾ പങ്കുവെച്ച ആ സംഭവത്തിലെ ആ സഹോദരൻ
ഒരേ ഒരു മകൻ മയക്കുമരുന്നിന് അടിമയായി ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തന്നെയുള്ളൂ. ഇനി അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാനുള്ള സമയമില്ല. കാലങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത നൊമ്പരവുമായിട്ട് ആ മാതാപിതാക്കന്മാരിത് ജീവിക്കുക. എത്രയോ നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമാണിത്. രാപകല് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കന്മാർ പല കുട്ടികളെയും ഹോസ്റ്റലിലാക്കുക. ചിലർ ഹോസ്റ്റലൊക്കെ വിട്ട് കൂട്ടുകാരൊന്നിച്ച് ചേർന്ന് വീടുകളൊക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കുക. അവിടെ മദ്യപാനം, മയക്കുമരുന്നിന് ഉപയോഗം, മയക്കുമരുന്ന് കുത്തിവെക്കുന്നു, ലഹരി പിടിക്കാനുള്ള ഗുളിക കഴിക്കുന്നു. അതുമാത്രമല്ല, പാപകരമായ ബന്ധങ്ങളിലേക്കും ഈ യുവാക്കന്മാര് കടന്നു പോവുകയാണ്. നമ്മുടെ സമൂഹം ഇന്ന് വലിയ ഒരു തകർച്ചയിലൂടെ കടന്നു പോവുക, നാശത്തിന്റെ പാതയിലൂടെ. ദൈവമായ കർത്താവിന് യുവതി യുവാക്കന്മാരുടെ പ്രസാദമില്ല. അതിന്റെ കാരണം എന്താ? അവർ ദൈവത്തെ തേടുന്നില്ല. ദൈവത്തിന്റെ വചനത്തിന് അവർ വില കൊടുക്കുന്നില്ല. ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ അവരെന്തൊക്കെയോ ആണെന്നും എന്തൊക്കെയോ ആയിത്തീരുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് വരികയാണ്. അർത്ഥശൂന്യമായ ജീവിതത്തിലൂടെ ജീവിതത്തെ തകർത്ത് കളയുകയാണ്. ഇത് ഒത്തിരിയേറെ വേദന നിറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന് നാളെ ശക്തിയായി തീരേണ്ടവർ, നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട യുവ തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് നശിക്കുന്നത് കാണുമ്പോൾ അവരെ രക്ഷിക്കുവാൻ സമൂഹം ഒന്ന് ചേർന്ന് ഉണരേണ്ടിയിരിക്കുന്നു. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല, അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ആർക്കും ദൈവഭയമില്ല. ദൈവഭയമുണ്ടെങ്കിലേ തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹത്തിലുള്ള ഒരു ഭയം. മാതാപിതാക്കന്മാരോട് നമുക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ആ സ്നേഹത്തിലുള്ളൊരു ഭയമുണ്ട്. ധൈര്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുൻപിൽ ആളാകാൻ വേണ്ടിയൊക്കെ മോട്ടോർ സൈക്കിളിലൊക്കെ യുവാക്കന്മാർ പറക്കുന്ന കാഴ്ച. എന്നിട്ട് ടിപ്പർ ലോറിയുടെ കീഴിലൊക്കെ കയറി മരിക്കുന്നു, ബസ്സുകളിലൊക്കെ കയറി മരിക്കുന്നു. ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ റോഡുകളിൽ അനേകം വ്യക്തികളുടെ രക്തം വീണിരിക്കുന്നു. യുവതി യുവാക്കന്മാരെ, നിങ്ങളുടെ തെറ്റായ ബന്ധങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. തെറ്റായ പ്രേമബന്ധങ്ങൾ, തെറ്റായ ശാരീരിക ബന്ധങ്ങൾ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് പലരും. പെൺകുട്ടികൾ പോലും വിശുദ്ധിയെക്കുറിച്ച് ബോധവതികളല്ല. അവരുടെ ശരീരം വിട്ടുകൊടുക്കാനായിട്ട് അവർക്കൊരു മടിയുമില്ല. ചില പെൺകുട്ടികളുടെയൊക്കെ വസ്ത്രധാരണ രീതി കണ്ടാൽ ലജ്ജ തോന്നും. ചിലരുടെ വസ്ത്രധാരണ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും പ്രലോഭനമുണ്ടാകുന്ന വിധത്തിലാണ് വസ്ത്രം ധരിച്ച് കടന്നു പോകുന്നത്. ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ അടുത്ത ഒരു തലമുറയിൽ അനേകര് ജീവിതം വെറുതെ നഷ്ടപ്പെടുത്തുന്നവരായിട്ട് മാറുകയാണ്. ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഹോസ്റ്റലിലും ഒക്കെ ആക്കി മാതാപിതാക്കന്മാർ കുട്ടികളെ പഠിക്കാൻ ആക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. അവർ പരീക്ഷ എഴുതാറില്ല. കൂട്ടുകാരുമൊത്ത് ഒന്നിച്ച് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്നു, സിനിമ കാണുന്നു, കഞ്ചാവ് വലിക്കുന്നു, തോന്നിവാസ ജീവിതം നയിക്കുന്നു, മദ്യപാനം നടത്തുന്നു, പാപകരമായ തെറ്റായ ജീവിതം നയിക്കുന്നു. ഇങ്ങനെയൊക്കെ അവർ കടന്നു പോവുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, 3-ാം വർഷമാണ്. 3 വർഷം ആയിട്ട് ഒറ്റ പരീക്ഷ പോലും ജയിച്ചിട്ടില്ല. ഒറ്റ പരീക്ഷ പോലും ജയിക്കാത്തൊരു മകൻ. കാരണം
അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല താല്പര്യം. വഴിവിട്ടുള്ള തെറ്റായ ബന്ധങ്ങളും ജീവിതവും ഭാവിയെ തകർക്കുകയാണ്. ദൈവം നമുക്ക് വിദ്യാഭ്യാസത്തിനൊരു കാലം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യണം. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യബോധം കാഴ്ചപ്പാടും ഉണ്ടാവണം. ഇതില്ലാതെ പോകുമ്പോൾ സ്വപ്നങ്ങളില്ല, നല്ല ഭാവനയില്ല, നല്ല വഴിക്ക് നടത്തുവാൻ ആളുകൾ ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ യുവതീവാക്കന്മാര് വഴിതെറ്റി നടക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യുവതീവാക്കന്മാരെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം, രാജ്യം പുരോഗമിക്കണമെങ്കിൽ, ഉയർച്ച പ്രാപിക്കണമെങ്കിൽ യുവതീവാക്കന്മാര് വില കൊടുക്കണം. നിങ്ങൾ ലഹരിക്ക് അടിമകളായി തീർന്ന് ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കരുത്. ജോബിന്റെ പുസ്തകം 20:12 മുതൽ 14 വരെ വചനങ്ങൾ. അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. ലഹരി വസ്തുക്കള് കഴിക്കുന്നവര്, നാവിനടിയിൽ സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് ചെയ്യാൻ പാടില്ല. ഒരു ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ ഈ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഈ മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ ഉപയോഗം നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കും, തലച്ചോറിലെ സെല്ലുകളെ നശിപ്പിക്കും, നമ്മുടെ ബുദ്ധിശക്തിയെ തകർത്തുകളയും, ഓർമ്മശക്തിയെ തകർത്തുകളയും. അമിതമായ മദ്യത്തിന്റെ ഉപയോഗം കരൾ സംബന്ധമായ രോഗങ്ങളുണ്ടാവും. എല്ലാ തകർച്ചയും മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സങ്കീർത്തനം 39:11 പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. ഓർത്തുകൊള്ളുക, നിന്റെ പാപം നിന്നെ വേട്ടയാടും. നിന്റെ പാപം നിന്റെ ജീവിതത്തെ തകർത്തുകളയും. ദൈവത്തെ മറന്ന്, ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം വഴിയിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഓർത്തുകൊള്ളുക, അധികം താമസിക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് വലിയ തകർച്ചകൾ കടന്നു വരാൻ പോവുകയാണ്. മദ്യം നമുക്ക് ഉപേക്ഷിക്കാം, മയക്കുമരുന്ന് നമുക്ക് അവസാനിപ്പിക്കാം. പുകവലിക്കുന്നവർ പുകവലിശീലം ഉപേക്ഷിക്കുക. ഈ ലഹരി നിങ്ങളുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ ആത്യന്തികമായിട്ട് തകർക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അവസാനിപ്പിക്കുക. തിരിഞ്ഞു നോട്ടത്തിനും തിരിച്ചറിവിൻ്റെയും കാലമായിട്ടുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. യേശുവേ, കരുണ വർഷിക്കണമേ. സ്കൂളിൽ പഠിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയാണല്ലോ. കർത്താവേ, അനേകം കോളേജ് വിദ്യാർത്ഥിനികൾ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയാണ്. അവരൊക്കെ തെറ്റായ ലൈംഗിക പാപങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഇങ്ങനെ ജീവിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ലഹരിയുടെ ആ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതൽ നൽകണമേ. അങ്ങനെ മുറിവേറ്റ കരം അവരുടെ മേൽ വയ്ക്കണമേ. യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാത്മാവെ സുബോധം നൽകണമേ. ലഹരികൾക്ക് അടിമപ്പെട്ടവരായവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. യേശുവേ, കരുണയുടെ കരം വയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി. ആമേൻ. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമുക്ക് ഹൃദയ നൊമ്പരത്തോടുകൂടി യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അനേകം യുവാക്കന്മാർ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. പല ചെറുപ്പക്കാരും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കാതെ ആത്മഹത്യയിൽ അഭയം തേടുന്നു. ചിലർ മാനസിക രോഗികളായി തീർന്ന് മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. യുവതികൾ പോലും, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു. പാപകരമായ ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്നു. ദിവ്യകാരുണ്യനാഥ, ഇവരുടെ മേൽ കരുണയായിരിക്കണമേ. യുവതി യുവാക്കന്മാരെ മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ലഹരി വസ്തുക്കളുടേതായ ആ ഉപയോഗത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. യേശുവേ, അങ്ങ് സ്വർഗം തുറക്കണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ. ലഹരിയുടെ ആ ഒരു തിന്മയുടെ ബന്ധനം വിട്ടുമാറട്ടെ. മയക്കുമരുന്നിന് അടിമകളായവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മോചിപ്പിക്കപ്പെടട്ടെ. മദ്യത്തിന് അടിമകളായ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മോചനം പ്രാപിക്കട്ടെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഹൈസ്കൂളിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗത്തിൽ രോഗികളായി തീർന്നവരെ കർത്താവേ സ്പർശിക്കണമേ. മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ കരൾ സംബന്ധമായ രോഗം ബാധിച്ചവരെ അങ്ങ് സ്പർശിച്ച് സൗഖ്യമാക്കണമേ. യേശുവേ, അങ്ങ് എത്രയോ കാരുണ്യവാന. പാപത്തിൻ്റെ മോശപ്പെട്ട വഴികളിലൂടെ അലഞ്ഞു തിരിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ അങ്ങ് രക്ഷിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്ക് നല്ല ദർശനങ്ങളും നല്ല സ്വപ്നങ്ങളും നൽകണമേ. ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു ആഗ്രഹം, നല്ല നിലയിൽ എത്തിച്ചേരുന്നുള്ള വലിയൊരു ആഗ്രഹം അവിടെ ഹൃദയങ്ങൾക്ക് നൽകണമേ. തെറ്റായ കാഴ്ചപ്പാടിൽ നിന്ന്, ലൈംഗികതയുടെ അതിപ്രസരത്തിൽ നിന്ന് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ രക്ഷിക്കണമേ. യേശുവേ, ഞങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തിയുടെ ഒരു പ്രവാഹം ഉണ്ടാവട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ ആത്മാവ് ആവസിക്കട്ടെ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, യുവതി യുവാക്കന്മാരെ വിടുവിക്കണമേ, മോചനം കൊടുക്കണമേ. മദ്യത്തിൻ്റെ ബന്ധനം വിട്ടൊഴിയട്ടെ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ കാരുണ്യം ഒഴുകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൻ്റെ തിരിച്ചോര മക്കളുടെ മേൽ ഒഴുകട്ടെ. പിതാവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആഷിത്. മോൻ്റെ ഏത് ചെവിക്കാണ് പ്രശ്നം? ഒരു കൊല്ലം മുന്നേ പെട്ടെന്ന് എൻ്റെ വലത്ത് ചെവി അങ്ങ് അടഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് അടഞ്ഞു. പിന്നെ വലത്ത് ചെവിയിൽ നിന്ന് ഒരു കൂവൽ മാത്രമേ ഉള്ളൂ. പല ഡോക്ടർമാരെ കണ്ടിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ മിനിയസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ചെവി മിനിയസ്. ഈ മകന് ചെവിക്ക് മിനിയസ് എന്ന് പറയുന്നൊരു അസുഖമാണ്. അങ്ങനെ വലതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി. 1 വർഷം അല്ലേ? 1 വർഷവും 2 മാസമായി. 1 വർഷം 2 മാസമായി കേൾവി പോയിട്ട്. ഒരു സൈഡിൽ നിന്ന് ഒരു കൂവല് മാത്രം, ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന പോലെ ഒരു കൂവല് മാത്രം, ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടാണ്. ചെവിയിൽ നിന്ന് ഭയങ്കര കൂവലാണ്. ചെവിക്കകത്ത് വെള്ളം കെട്ടിയ പോലെ ഒരു അവസ്ഥ. കേൾക്കത്തില്ല. ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ആ ചെവി കേൾക്കും. ഇവിടെ നോക്കിയേ, യേശുവിന്റെ നാമത്തിൽ ആ ചെവി കേൾക്കും. യേശു നാമത്തിൽ. ഇടത്തെ ചെവി അടച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. മോനെ ഈ ചെവി ഒന്നും അടച്ചേ. മൈക്ക് അടുപ്പിച്ചു പിടിച്ചേ. അങ്ങോട്ട് തിരിഞ്ഞേ. കർത്താവായ യേശുവേ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി,
യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ, കേൾക്കാം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഷിത്ത്. രാജു. ഗ്രേസി. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ജോലി ചെയ്യുന്നു. എവിടെയാണ്? ഫോക്സ് വാഗനില്ല. കേൾക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയ ചെവിയുടെ കേൾവി, മിനിയസ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് ചെവിയുടെ കേൾവി പോയതാണ്. യേശു തൊട്ടു. ആ ചെവി കൊണ്ട് ഇപ്പോൾ എല്ലാം കേൾക്കാം. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേഗരക്ഷകൻ. യേശുവേഗരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.